രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതൈ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ വാനരന്മാർ സീതാന്വേഷണത്തിന് പുറപ്പെട്ട സാധിക്കാതെ നിരാശരായി പ്രായോപവേശത്തിന് ഒരുങ്ങി വിന്ധ്യപർവ്വതത്തിൽ സ്ഥിതി ചെയ്തു. സാഗരത്തിൻ്റെ അടുത്തെത്തി തെക്കോട്ട് തലവെച്ച് എല്ലാവരും പ്രാണനെ ത്യജിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കെ അവരൊരു കാര്യം ചെയ്തു. രാമകഥ പറഞ്ഞുകൊണ്ടിരുന്നു. ചിലപ്പോൾ ഈ കഥ പറഞ്ഞതുകൊണ്ട് ഉപകാരം ഉണ്ടാവും, ശിരകഥ പറഞ്ഞാൽ ചിലപ്പോൾ ഉപകാരം ഉണ്ടാവും എന്നുള്ളതിനും കൂടി ഒരു ഉദാഹരണമാണത്. മരിക്കാൻ തയ്യാറായിട്ട് ഇപ്പോൾ ഈശ്വരകഥ പറഞ്ഞാൽ എന്ത് ഗുണം അപ്പോൾ അവർക്ക് ഉണ്ടാവാൻ പോണത്? അതാണല്ലോ കഥയിൽ പറയണത്. ഇവർ പറഞ്ഞിട്ട് എവിടെ എത്തി? ദശരഥൻ സത്യവാനായിരുന്നു, 4 മക്കളുണ്ടായിരുന്നു, രാമനുണ്ടായിരുന്നു. കാട്ടിലേക്ക് എത്തി. സീത ഭരിക്കപ്പെട്ടു, ബാലി വധിക്കപ്പെട്ടു. സീത ഭരിക്കപ്പെട്ട സമയത്ത് ജടായു രാവണനെ എതിർത്തു എന്ന് പറഞ്ഞു. അതും വരുമല്ലോ കഥയിൽ. ഈ ജടായു എന്ന വാക്ക് കേട്ടപ്പോൾ ആകാശത്തിൽ നിന്ന് ഒരു പടുകൂറ്റൻ സത്വം, എന്താണെന്ന് തന്നെ അവർക്ക് മനസ്സിലായില്ല. ഒരു വലിയ കഴുകനായിട്ടുള്ള സമ്പാദിയാണ് അത്. ആനമാർക്ക് മനസ്സിലായതൊന്നുമില്ല അതിപ്പോൾ സമ്പാദിയാണോന്നോ ആനോ ഒന്നും അറിയില്ല അവർക്ക്. അപ്പം അവരെന്ത് ചെയ്തു? പെട്ടെന്ന് ഈ സമ്പാദി ഇവരെ കണ്ടപ്പോൾ ഈ ഭക്ഷണം വളരെ കാലമായി കഴിച്ചിട്ട് ഇതിനെ മുഴുവൻ കൊത്തി തിന്നാൽ വേണ്ടിടത്തോളം കുറേ ദിവസത്തേക്കുള്ള ഭക്ഷണമായി ഓരോ ദിവസവും ഓരോരുത്തരെ കൊല്ലുക. അങ്ങോട്ട് കൊല്ലുക, അങ്ങോട്ട് കൊല്ലുക, അങ്ങോട്ട് വിഴുങ്ങുക എന്നങ്ങനെ പറഞ്ഞു. എല്ലാവരെയും ഞാനിപ്പോൾ ഭക്ഷിക്കും. വിധി അല്ലെങ്കിൽ ദൈവം എനിക്ക് തന്ന ഭക്ഷണമാണത്. ലോകത്തിലൊക്കെ ഭാഗ്യവും വിധിയാണ് നിശ്ചയിക്കണതെന്ന് ഇപ്പോഴേക്ക് മനസ്സിലായി. പറയുകയാണ് സമ്പാദി. ഞാൻ ഇപ്പോൾ ഇവരെ കിട്ടാൻ പരിശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ പരിശ്രമിച്ചതുകൊണ്ടാണ് കിട്ടുക അല്ലെങ്കിൽ കിട്ടില്ല എന്ന് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ ചോദിച്ചാൽ അതുമില്ല. അപ്പം അതാ വളരെ കാലത്തേക്ക് ആഹാരം ദൈവം എനിക്ക് തന്നിരിക്കുന്നു. ഇതിങ്ങനെ കേട്ടപ്പോൾ അംഗദൻ പറഞ്ഞു, പശ്യകൃത്താപദേശേന സാക്ഷാത് വൈവസ്വതോ യമ ഇയം ദേശമനുപ്രാപ്തോ വാനരാണം ദിവത്തേ. യമൻ തന്നെയാണ് ഈ കഴുകിൻ്റെ രൂപത്തിൽ വന്നിരിക്കണം. നമ്മുടെ കാലൻ ഇതാ വന്നിരിക്കണു. നമുക്കൊക്കെ പോകേണ്ട സമയമായി, ഉറപ്പിച്ചോളാം. ഏതായാലും നമുക്ക് പ്രായോപവേശം ചെയ്ത് കുറേ ദിവസം ബുദ്ധിമുട്ടുണ്ട. എൻ്റെ വായിലേക്ക് അങ്ങോട്ട് വിടുക. ഒറ്റ വിഴുങ്ങൽ, ആ കാര്യം കഴിഞ്ഞല്ലോ. രാമകാര്യം നമുക്ക് സാധിച്ചില്ല, സുഗ്രീവനെ പ്രീതിപ്പെടുത്താനും സാധിച്ചില്ല. മഹത്തായ ആപത്ത് വന്നുപെട്ട സമയത്ത് നമ്മുടെ പ്രാണനെ എടുക്കുക എന്ന ആപത്തും കൂടി ഇതാ അതിൻ്റെ കൂടെ വന്നു ചേർന്നിരിക്കുന്നു. രാമസ്യന കൃതം കാര്യം രാജ്ഞ വചകൃതം ഹരീണാം ഇയമജ്ഞാത വിപത്തി സഹസാഗത. രാമകാര്യം സാധിച്ചില്ല, സുഗ്രീവ ആജ്ഞ പരിപാലിക്കാൻ സാധിച്ചില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഇതാ ഒരു മരണകാരണമായിട്ട് കാലനും വന്നിരിക്കുന്നു. ഇനി എന്താ വരാൾ? അതുകൊണ്ട് നമുക്ക് ഇവൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ ആ സമ്പാദി ഈ കഥകൾ ഇങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടയ്ക്ക് ജടായുവിൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് ചോദിച്ചത്, ആരാണ് ജടായു? നിങ്ങൾക്കും ജടായുമായിട്ടുള്ള ബന്ധം എന്താണ്? തഥാ സർവാണി ഭൂതാനി തിര്യക്യോനി ഗതാന്യപി. സമ്പാദി പറയും ചെയ്തു, ആ പക്ഷികളും കൂടി രാമന് വേണ്ടിയിട്ട് പരിശ്രമിക്കണു.
എന്നാണ്ടോ ഇപ്പം നിങ്ങൾ പറഞ്ഞത് രാവണനെ എതിർത്ത് മരിച്ചു ജഡായു. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടണ്ട. ഇവരെയൊക്കെ കൊല്ലുകയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പം എങ്ങനെ നിരാശപ്പെടണ്ടെന്നായിയേ. രാമകഥ ചെവിയിൽ വീണപ്പോൾ സമ്പാദിയുടെ സമീപനം മാറി. ഇവർ കൊല്ലപ്പെടേണ്ടവരല്ല. ആദ്യത്തെ ചിന്തയാണ് പറഞ്ഞത്, കൊല്ലും തിന്നും. രാമകാര്യം കഥ ഇവർ കഥിച്ചുകൊണ്ടിരിക്കുന്നു. ജഡായുവിനെ പറ്റിയും ഇവർ പറയണു. എന്തായാലും തൽക്കാലം ഇവരെ ഭക്ഷിക്കേണ്ട ആ ഉദ്യമം ഉപേക്ഷിച്ചു. നോക്കിയിട്ടാവാം, ആരാന്നറിയണല്ലോ. ജഡായുവിനെ കുറിച്ച് പറയുന്ന നിങ്ങൾ ആരാണ്? മാത്രമല്ല രാമകഥ നിങ്ങൾ കഥിക്കുന്നു. രാമനുമായിട്ടുള്ള ബന്ധം എന്താണ് നിങ്ങൾക്ക്? ഇവിടെ ജഡായു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷിയാണ്. ആ പക്ഷി പോലും രാമന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ വിശിഷ്ടവാനന്മാരായ നിങ്ങൾ എന്താണ് രാമന് വേണ്ടി പരിശ്രമിക്കാത്തത്? മരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടക്കുക, അതുകൊണ്ടായോ? അതാണോ വേണ്ടത്? ബുദ്ധിമാന്മാർ വേണ്ടത് അവസാനം വരെ ശ്രമിക്കുകയാണ്. ട്രൈ അഗെയിൻ അൺടിൽ യു സക്സീഡ് എന്നാണ്. അപ്പോൾ നിരാശപ്പെടുക എന്നുള്ളത് ഒരു പോംവഴിയോ നല്ലൊരു കാര്യമോ അല്ല. അതുകൊണ്ട് പറയും, നിങ്ങൾക്ക് ജഡായുമായിട്ടുള്ള ബന്ധം എന്താണ്? എന്തൊക്കെയാണ് രാമനുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായത് എന്നൊക്കെ വിസ്തരിച്ചിട്ട് നിങ്ങൾ എന്നോട് പറയണം എന്നൊക്കെ പറഞ്ഞതായിട്ടുള്ള സമയത്ത് ആ കഥകളൊക്കെ ഇവരിങ്ങനെ പറഞ്ഞു. ദശരഥൻ മരിക്കാണ്ടായ കാരണവും രാമൻ കാട്ടിൽ വന്ന കാരണവും അതുമായിട്ട് ബന്ധപ്പെട്ട് സീത അപഹരിക്കപ്പെട്ടതും ബാലി മരിച്ച കാര്യവും ബാലി മരിക്കാണ്ടായിട്ടുള്ള കാരണവും സീതയെ അന്വേഷിക്കാൻ സുഗ്രീവൻ കൊടുത്ത ആജ്ഞ, 1 മാസത്തിൻ്റെ ഉള്ളിൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ കൊല്ലും എന്ന വിവരം എല്ലാം അംഗദൻ മുതലായിട്ടുള്ളവരൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞതിൽ വെച്ചിട്ട് ഏറ്റവും സമ്പാദിക്കുക ആസ്വാദ്യമായത് ഏതാണെന്ന് നമുക്കറിയാം. ജഡായുവിൻ്റെ കാര്യമാണ്. കോയങ്കിര ഘോഷയതി പ്രാണേ പ്രിയ തരസ്യമേ. എൻ്റെ പ്രാണനായിട്ടുള്ള എൻ്റെ സഹോദരനാണ് ജഡായു. ജഡായുഷോ വധം ഭ്രാതു കമ്പയന്നിവമേ മന. ജഡായുവിനെ രാവണൻ വധിച്ചു എന്ന കാര്യം എൻ്റെ മനസ്സിനെ വല്ലാതെ ഇളക്കുന്നു. ആരാണ് ജഡായുവിനെ കൊന്നത്? അവനെ എങ്ങാനും എൻ്റെ കയ്യിൽ കിട്ടിയാൽ പ്രതികാരം തീർച്ചയായിട്ടും എനിക്ക് ചെയ്യണം. അതുകൊണ്ട് നിങ്ങളെ ഞാൻ കൊല്ലുന്നില്ല. ആരാണ് ജഡായു? ആരാണ് അവനെ വധിച്ചത്? അപ്പോൾ വാനരർ പറഞ്ഞു, സീത എന്ന രാമപത്നിയെ രാവണൻ അപഹരിച്ചു എന്ന് കേൾക്കുന്നു. ഒന്നും ഞങ്ങൾക്ക് അറിയില്ല, അതൊക്കെ കേൾക്കണ കാര്യങ്ങളാണ്. വഴിയിൽ വെച്ച് ജഡായു എതിർത്തു. ആ രാവണനെ വളരെയേറെ ധൈര്യത്തോടു കൂടിയിട്ട് യുദ്ധം ചെയ്തു. ജഡായു നേരിട്ടു. ചന്ദ്രഹാസം കൊണ്ട് ചിറക് വെട്ടി ആ ദുഷ്ടൻ ആ പക്ഷിയെ വധിക്കുകയാണ് ഉണ്ടായത്. രാവണനും ജഡായുവും തമ്മിൽ ഘോര യുദ്ധം തന്നെ നടന്നു. ഒരു പക്ഷിക്ക് ഇപ്പം അത്രയൊക്കെ യുദ്ധം ചെയ്യാൻ കഴിവുണ്ടോ എന്നാണെങ്കിൽ ജഡായു സാധാരണ പക്ഷിയല്ല. അപാര വലിപ്പവും അപാര ശക്തിയും അപാര രാമഭക്തി സദ്ധർമ്മവും ദശരഥൻ്റെ ഒരു സുഹൃത്തും ആണ്. എങ്ങനെ ഈ പക്ഷി മനുഷ്യൻ്റെ സുഹൃത്തായി എന്ന് വെച്ചാൽ കഥയണ ചോദ്യമില്ല, അറിയാൻ പറ്റില്ല. രക്കണ്ട് വാനന്മാർ ഇപ്പം രാമൻ്റെ സുഹൃത്തുക്കളായില്ലേ. കഥയിൽ അങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കണം. ആ ജഡായുവിനെ രാവണൻ വധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ ബാലിയെയും രാമൻ വധിച്ചു. ബാലിയുടെ സഹോദരനായ സുഗ്രീവൻ ഞങ്ങളെയെല്ലാം സീതാന്വേഷണത്തിന് അയച്ചിരിക്കുകയാണ്. ഇതാണ് ജഡായു വൃത്താന്തം. ഞങ്ങളിവിടെ വരാനുള്ള കാരണവും അതാണ്. ഇത്രയും കേട്ടപ്പോൾ സമ്പാദി പറഞ്ഞു, എൻ്റെ പേര് സമ്പാദി, ഞാൻ ജഡായുവിൻ്റെ ജ്യേഷ്ഠനാണ്. നിങ്ങൾക്ക് എന്നെ ഈ വിന്ധ്യപർവ്വതത്തിൽ നിന്നൊന്ന് താഴെ ഇറക്കാൻ സാധിക്കുമോ?
എനിക്ക് പറക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് ഒന്ന് ഇറങ്ങണം എന്ന് വളരെ കാലമായി. ഒന്നുമില്ലാണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എവിടേക്കും പോകാനും പറ്റില്ല, ചിറകുമില്ല. അതുകൊണ്ടൊന്ന് എന്നെ ഇവിടുന്ന് ഇറക്കുകയാണെങ്കിൽ എൻ്റെ കൂടുതൽ വൃത്താന്തങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. മാത്രമല്ല, നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഉപകാരപ്രദമാകും. വാക്ക് സഹായം ഞാൻ നിങ്ങൾക്ക് ചെയ്യാം. വാനരന്മാരതൊന്നും വിശ്വസിച്ചില്ല. ശോകാത് ഭ്രഷ്ടസ്വരമഭിശുദ്ധ വാനരയൂതവാഹ ശബ്ദുർനേതത് വാക്യം. ആ വാക്യത്തെ സ്വീകരിച്ചില്ല. കർമ്മണാ തസ്യ ശങ്കിത. അവൻ്റെ വളവാണ്. നമ്മളെ കൊല്ലാൻ വേണ്ടി ഓരോന്ന് പറയുക. അവനോടിപ്പം മുഴുവൻ സത്യം പറയാൻ പറ്റുമോ? അവൻ നമ്മളെയൊക്കെ കൊല്ലും, അത് ഉറപ്പാണ്. ഓരോരുത്തരും പറയ്ക്ക് അപ്പളേ തോന്നി അവനെ കണ്ടപ്പോൾ പന്തികേട് ഇപ്രകാരം പറയാൻ തുടങ്ങി. എന്തായാലും അംഗദൻ എന്ത് ചെയ്തു? കൊല്ലട്ടെ, തിന്നട്ടെ, നമ്മളെ കൊന്നാൽ അത്രയും നന്നായി. നമ്മളിപ്പോൾ ഏതായാലും മരിക്കാൻ പോവല്ലേ, നമുക്ക് അവനെ താഴത്തേക്കൊന്ന് ഇറക്കുക. എന്തൊക്കെയാ അവൻ ചെയ്യുക, എന്തൊക്കെയാ അവൻ പറയുക, അത് നോക്കാമല്ലോ. രണ്ടും കൽപ്പിച്ച അംഗദൻ താഴെ ഇറക്കി. ഏതാം ബുദ്ധിയും തതച്ചക്കം സർവേ തേ ഹരിയൂതപ അവതാര ഗിരേ ശൃംഗാത് ഗൃത്രമാഹ അംഗതസ്തത. അംഗദൻ ആ ഗൃത്രനെ സമ്പാദിയെ താഴത്തേക്കാണ്ട് ഇറക്കി. അവനോട് പറഞ്ഞു, എൻ്റെ പിതാമഹനും പ്രതാപവാനും ആയിരിക്കുന്ന ഋക്ഷരജസ് എന്ന് പറഞ്ഞിട്ടൊരു വാനരൻ. ആ വാനരൻ്റെ 2 മക്കളാണ് സുഗ്രീവനും ബാലിയും. ബാലി രാമനാൽ വധിക്കപ്പെട്ടു, സുഗ്രീവൻ രാജാവായി. ഇപ്പം ഞങ്ങളെ സീതാന്വേഷണത്തിന് അയച്ചിരിക്കുകയാണ്. കാരണം സീത അപഹരിക്കപ്പെട്ടു, അത് തന്നെ. അതൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. രാവണനോട് എടുത്തിട്ട് ജടായു മരിച്ചതും ആയിട്ടുള്ള കാര്യം. സദ്ഗതി അവൻ നേടി ജടായു എന്നാണ് പറഞ്ഞത്. അതിന് സുഗ്രീവ സഖ്യത്തെക്കുറിച്ചും ബാലിവധത്തെക്കുറിച്ചും സുഗ്രീവനെ വാഴിച്ചതായിട്ടുള്ള കഥയും ഋക്ഷബലം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗുഹ സീതാന്വേഷണമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ച് പോകുന്നതിനിടയിൽ ഋക്ഷബിലത്തിൽ പ്രവേശിച്ചതും ഇവർ പറഞ്ഞു. മയൻ ഉണ്ടാക്കിയതാണ്, അത്ഭുതങ്ങളുണ്ട്, സ്വയംപ്രഭയെ കണ്ട കാര്യമൊക്കെ, ധാരാളം ഭക്ഷണപാനീയങ്ങൾ കിട്ടിയതും ഒക്കെ അവരിങ്ങനെ പറഞ്ഞാണ്. എന്നിട്ട് പറഞ്ഞു, ആ സുഗ്രീവാജ്ഞ പാലിക്കാൻ അല്ലയോ കഴുകശ്രേഷ്ഠ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ മരിക്കാൻ തയ്യാറായിട്ട് ഇതാ കിടക്കുകയാണ്. അങ്ങനെയാണ് നിന്നെ ഞങ്ങൾ കാണുന്നത്. ഇനി നിൻ്റെ കഥകൾ പറയുക. ഇപ്പം സമ്പാദി പറഞ്ഞു, ജടായു എൻ്റെ അനുജനാണോ എന്ന് നിങ്ങൾ അറിഞ്ഞാലും ഞാൻ കുട്ടിക്കാലത്ത് ഞങ്ങൾ 2 പേരും വൃത്രാസുര വധത്തിന് ശേഷം സൂര്യന് നേരെ ഒന്ന് പറന്നു. ജടായു കുറച്ച് കഴിഞ്ഞപ്പോൾ തളർന്നു. എൻ്റെ ചിറകുകൊണ്ട് ഞാൻ അവനെ രക്ഷിക്കാൻ നോക്കി. എൻ്റെ ചിറകൊക്കെ കരിഞ്ഞു. അവൻ രക്ഷപ്പെടുകയും ചെയ്തു. പോട്ടെ, അവനെങ്കിലും രക്ഷപ്പെട്ടുല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ദുരുദ്ദേശമൊന്നുമില്ല. പക്ഷെ ആ ജടായുവിനെ രാവണൻ വധിച്ചു എന്ന് ഞാൻ കേൾക്കുന്നുണ്ടായി. ആ രാവണനോട് അപാരമായിട്ട് പക എനിക്കുണ്ട്. എൻ്റെ അനുജനെ കൊന്നിട്ടുള്ള രാവണനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. പക്ഷേ എനിക്കിപ്പോൾ രാവണനെ എതിർക്കാൻ കഴിയില്ലല്ലോ. ചിറക് നഷ്ടപ്പെട്ട കിളിയാണ് ഞാൻ. അതുകൊണ്ട് പക്ഷിയായ എനിക്ക് ആ രാവണനെ എതിർക്കാൻ കഴിയില്ല. പക്ഷെ രാവണൻ്റെ നാശം ഞാൻ വളരെയേറെ ആഗ്രഹിക്കുന്നു. എൻ്റെ അനിയനെ കൊന്ന രാവണൻ രക്ഷപ്പെടരുത് എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അതിനാൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അംഗദൻ വിശേഷിച്ചും ചോദിച്ചു, ആ രാവണൻ എവിടെയാണ് എന്ന് നിനക്ക് അറിയാമോ? അംഗദൻ ചോദിച്ചിട്ടാണ് പറഞ്ഞത്, ജടാവിഷോ യതിപ്രാത. അപ്പോൾ ചോദിച്ചു, പറയൂ എവിടെയാണ് രാവണൻ? അദീർഘദർശനം തമ്പേ രാവണൻ രാക്ഷസാധമം അന്തികേ യദ്വാ ദൂരെ യദ്വാ ജാനാസി ശംസന. അടുത്താണോ ദൂരത്താണോ പ്ലഗിൻ ധൃതിയായി. എവിടെയാണ് രാവണൻ എന്ന് സമ്പാദെ അങ്ങേക്ക് പറയാൻ സാധിക്കുമോ? സമ്പാദി പറഞ്ഞു, തീർച്ചയായിട്ടും എനിക്ക് ദൂരത്തേക്ക് കാണാൻ പറ്റും.
അതായത് ചിറക് കരിഞ്ഞ് അറ്റുപോയി കുഴഞ്ഞു പോയിട്ടുള്ള ആ സമയത്ത് ഞാൻ ഈ വിന്ധ്യപർവ്വതത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. വരുണങ്ങളായിട്ടുള്ള ലോകങ്ങൾ, വിഷ്ണുവിൻ്റെ ലോകങ്ങൾ, ദേവാസുര യുദ്ധങ്ങൾ, അമൃതം പാലാഴി മഥനം, ഇതിനെപ്പറ്റി എല്ലാം എനിക്കറിയാം. ഈ പഴക്കമുണ്ട്, പ്രായമായിരിക്കണം, എല്ലാം എനിക്കറിയാം. അതുകൊണ്ട് ഞാനിപ്പോൾ ആസന്ന മരണനാണ്, മരിക്കാൻ കിടക്കുകയാണ് ഞാനും. നിങ്ങളും അതുപോലെയാണ് ഏകദേശം. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും ദുഃഖം ഉണ്ടാവില്ല, നിങ്ങൾ മരിക്കേണ്ടി വരില്ല. ആ സീതയെക്കുറിച്ചുള്ള വൃത്താന്തം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. നിങ്ങൾക്കാണെങ്കിലോ വേണ്ട വിധത്തിൽ ശ്രമിച്ചാൽ സീതയെ ലഭിക്കുകയും ഉറപ്പ്. അതുകൊണ്ട് നിങ്ങൾ നിരാശ ആദ്യം കളയും. ലക്ഷ്യം കൈയെത്തുന്ന ദൂരത്തായിരിക്കണം. പിന്നെ എന്തിനാണ് നിരാശ? എന്നിട്ട് പറഞ്ഞു, പണ്ട് രാവണൻ സീതയെ ആകാശത്തു കൂടെ കൊണ്ടുപോകുന്ന സമയത്ത് സീത കീഴ്പ്പെട്ട് ആഭരണങ്ങൾ എറിയുന്നത് ഞാൻ അറിഞ്ഞു. പട്ടുവസ്ത്രങ്ങൾ ധരിച്ചതായിട്ടുള്ള സീത രാവണൻ്റെ കൈകളിൽ മിന്നിത്തിളങ്ങി ശോഭിക്കുന്ന ഏതോ ഒരു രത്നത്തിനെ പോലെ ഞാൻ കണ്ടു. അത് സീത തന്നെ ആവണം അധികപക്ഷവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പില്ലല്ലോ, സമ്പാദിക്കുക അത്ര ഉറപ്പില്ല. പക്ഷേ അധികപക്ഷവും അതങ്ങനെ ആവാനാണ് സാധ്യത. രാമ 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 ലക്ഷ്മണ എന്നും വിളിച്ചിട്ടാണ് ആ തരുണി രാവണൻ്റെ കൈകളിൽ പിടഞ്ഞത്. ഈ രാവണൻ വൈശ്രവണൻ്റെ സഹോദരനാണ്, വിശ്രവസിൻ്റെ പുത്രൻ ആണ്. വിശ്രവസിൻ്റെ പുത്രനാണ് രണ്ടാളും, വൈശ്രവണനും രാവണനും സഹോദരനാണ്. ഈ കുബേര സഹോദരനാണ്. അവനാവട്ടെ ലങ്കാ രാജ്യത്താണ് വസിക്കുന്നത്. ഇവിടുന്ന് 100 കാതം, 100 കാതെന്ന് പണ്ടത്തെ ഒരളവാണേ, അതൊക്കെ ഇങ്ങനെ ഊഹിച്ച് പറയുക എന്നുള്ളതാണ്. ഈ അളവുകളൊക്കെ അത്ര കൃത്യമാണ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അതിശയോക്തി കൂട്ടി പറഞ്ഞതാണ്. 100 കാതം 100 യോജനയൊന്നും വരില്ല അത്രേ. 64 കിലോമീറ്റർ എന്നാണ് പറയണത്. 64 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 3 കിലോമീറ്ററാണ് ഒരു യോജന. അപ്പോൾ 64 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു യോജന പോലും വരുന്നില്ല. അപ്പം അതൊക്കെ അന്നങ്ങോട്ട് എന്തൊക്കെയോ പറഞ്ഞു എന്നുള്ളതാണ്. ആരും ഇപ്പോൾ അത് ടേപ്പ് എടുത്ത് അളന്നിട്ടൊന്നുമില്ലല്ലോ. അത് ദൂരണ്ട് എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കാര്യമുണ്ട്, ആ സീതാദേവിയെ വേണ്ട പോലെ അന്വേഷിക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാം. എനിക്ക് എത്രയും പറയാൻ പറ്റും. കണ്ടെത്താൻ പറ്റാത്ത രീതിയിലല്ല, പക്ഷെ എന്തുണ്ട്, വേണ്ട രീതിയിൽ അന്വേഷിക്കണം. സമുദ്രത്തിൻ്റെ മധ്യത്താണ് ലങ്ക, ചുറ്റും സമുദ്രം. അതുകൊണ്ട് ദുരാസതമാണ്. അത്ര വേഗം ആർക്കും അങ്ങോട്ട് കിടക്കാൻ പറ്റുക. സമുദ്രം കാടി കിടക്കുക എന്ന് പറഞ്ഞാൽ ഒരു അനുമാനം മാത്രമേ ആ കാലത്ത് സാധിച്ചിട്ടുള്ളൂ, വേറെ ആർക്കും സാധിക്കാത്തൊരു കാര്യമാണ്. എൻ്റെ വംശത്തെക്കുറിച്ച് ഞാൻ പറയാം. ജടായുധൻ്റെ വംശത്തെക്കുറിച്ച് പറയുന്നൊരു വിസ്തരിച്ച വംശവിവരണം അവിടെയുണ്ട്. പക്ഷികൾ എന്ന വിഭാഗത്തിലാണ് ഞങ്ങൾ വരുന്നത്. അതിൽ ആദ്യത്തേത് കുരുവി മുതലായിട്ടുള്ള പക്ഷികളും, രണ്ടാമത്തേത് കാക്ക മുതലായിട്ടുള്ള പക്ഷികളും, മൂന്നാമത്തേത് ക്രൗഞ്ചൻ വിഭാഗത്തിൽ വരുന്നതും, അതിലാണ് കുരരപ്പക്ഷി വരിക. നാലാമത്തെ പരുന്ത് വിഭാഗത്തിലും, അഞ്ചാമത്തെ കഴുക വിഭാഗത്തിലും, ആറാമത്തെ ഹംസ വിഭാഗത്തിലും, ഏഴാമത്തെ ഗരുഡൻ വിഭാഗത്തിലും പെടും. ഈ 7 വിഭാഗത്തിൽ ഗരുഡൻ എന്ന വിഭാഗത്തിൽ ആണ് ഞങ്ങൾ പെടുക എന്ന് തൻ്റെ വംശത്തെക്കുറിച്ച് വംശവർണ്ണന അങ്ങനെ ഒരു ഇതുണ്ട് ഇതിലൊക്കെ. ആ വംശത്തെക്കുറിച്ച് പറഞ്ഞ് കേൾപ്പിച്ചു കൊടുത്തു. എൻ്റെ സഹോദരനായിട്ടുള്ള ജടായു ഏതായാലും മരിച്ചു. ആ അനുജനെ കൊന്നവനെ ശിക്ഷയായിട്ടും കൊന്നവന് ശിക്ഷ കിട്ടണം, അവൻ നശിക്കണം. അതെൻ്റെ ഒരു വാശിയാണ്. എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ആ സീതയും രാവണനെയും ലങ്കയും കാണാൻ പറ്റും. 100 യോജന കാഴ്ച ഈശ്വരൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ആഹാരം ദൂരത്താണ്. പനയുടെ ഉയരത്തിലാണ് ഗരുഡൻ പറക്കുക, നിലത്തല്ലേ ആഹാരം ഉണ്ടാവുക. അപ്പോൾ അത്രയും താഴേക്ക് കണ്ടിട്ടില്ലെങ്കിൽ അവർക്ക് കണ്ടിട്ട് ആഹാരം സ്വീകരിക്കാൻ പറ്റില്ല. കോഴിക്ക് കാക്കലാണ് ആഹാരം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതും എന്തൊക്കെ വിവരങ്ങളാണ് അതിൽ കിട്ടിയിരിക്കണേ. വിഹിത വൃക്ഷമൂലേതു വൃത്തിച്ചാരണ്യോദിനാം, ഇവിടെ അതും പറയുന്നുണ്ട്. കാക്കകൾക്ക് ആഹാരം കാൽക്കച്ചുവട്ടിലുള്ളൂ എന്നുള്ളത്.
വിഹിത വൃക്ഷമൂലേതു, അതായത് അസാമാകം വിഹിതാവൃത്ത് നിസ്സർഗേണ ച ദൂരത, വളരെ ദൂരത്താണ് ഞങ്ങൾക്കുള്ള ആഹാരം. അതുകൊണ്ട് അത്രയും കഴിവ്, അത്രയും കാഴ്ചയുള്ള കഴിവ് ഈശ്വരഗത്യ ഞങ്ങൾക്ക് സൃഷ്ടികർത്താവ് തന്നതായതുകൊണ്ട് സീതയെയും ലങ്കയെയും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം. അപ്പോൾ നിങ്ങൾ സമുദ്രം കടക്കണം, അല്ലാതെ വഴിയില്ല. ഈ സമുദ്രം ഒന്ന് ലംഘിക്കാൻ ശ്രമിക്കുക. സുന്ദരകാന്ഡത്തിൽ ഇനി അതാണ് പ്രമേയം. കിന്താകാന്ഡയുടെ അവസാനമായി നമ്മൾ സമ്പാദ്യവാക്യം കഴിഞ്ഞാൽ കിന്താകാന്ഡം സമാപ്തമാണ്. അപ്പോൾ വാക്യം ആ രീതിയിലല്ല പറയണത്. കടൽ നിങ്ങൾ കടന്നാൽ തീർച്ചയായിട്ടും സീതയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യണം, എന്നെ ഒന്ന് സമുദ്രതീരത്തേക്ക് കൊണ്ടുപോവുക. എനിക്ക് എൻ്റെ അനുജന് ഉദകക്രിയ ചെയ്യണം എന്ന് പറയുകയാണ്. ഇതുവരെ ചെയ്യണ്ടായിട്ടില്ല. തതോ നീത്താത് തം ദേശം തീരെ നദനദീപതേ. നദനദീപതി എന്ന് പറഞ്ഞാൽ സമുദ്രം. അതായത് ഈ ഒഴുകണ സംഗതികളെ നദിയായിട്ടും നദായിട്ടും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കിഴക്കോട്ട് ഒഴുകുന്നതൊക്കെ നദവും പടിഞ്ഞാട്ട് ഒഴുകുന്നതൊക്കെ നദി, അങ്ങനെ എന്തോ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഈ നദവും നദിയും തമ്മിൽ. അപ്പം അതിൻ്റെ പതി എന്ന് പറഞ്ഞാൽ സമുദ്രം. നദീപതി ആയിട്ടുള്ള സമുദ്രത്തിൻ്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയിട്ട് തം പുനഃപ്രാപയിത്വാച തം ദേശം പതകേശ്വരം ബഭൂവർ വാനരാകിട്ട പ്രവൃത്തി ഉപലഭ്യച്ച. എൻ്റെ അനുജന് ഉദകക്രിയ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വാനന്മാർ കൊണ്ടുപോയി ഉദകക്രിയയ്ക്കൊക്കെ സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. വെള്ളത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചു, തിരിച്ച് ഇങ്ങോട്ടും കൊണ്ടുവന്നു. ചിറകില്ലല്ലോ. അങ്ങനെ വലിയൊരു ഉപകാരം ഈ വാനരന്മാർ ഈ സമ്പാദിക്ക് ചെയ്തു. സമ്പാദിയാവട്ടെ സീതാവൃത്താന്തം വളരെ നല്ല രീതിയിൽ ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സമുദ്രത്തിൻ്റെ അപ്പുറത്ത് ലങ്കയിൽ സീത ഇരിക്കുന്നുണ്ട് എന്നിവരറിയുകയും സമുദ്രലംഘനത്തിനുള്ള പ്രേരണ സമ്പാദി ഇവർക്ക് നൽകുകയും ചെയ്തു. ഞാൻ സമ്പാദിയെക്കുറിച്ചുള്ള ചില വിവരങ്ങളും കൂടിയുണ്ട്. നല്ല വിവരങ്ങൾ രാമഭക്തന്മാർക്ക് പറഞ്ഞു കൊടുത്താൽ ചിറക് കിട്ടും എന്നുള്ള കാര്യം, അതും അത്തരം ചില കാര്യങ്ങൾ ഒക്കെ പറഞ്ഞിട്ട് ആ സമുദ്രലംഘനത്തിന് ഇവർ ഒരുങ്ങുകയാണ്. സമുദ്രം ഇങ്ങനെ കണ്ട് ഇതെങ്ങനെ കിടക്കും എന്ന് നിശ്ചയില്ലാതെ വാനരന്മാർ അന്തം വിടുന്ന കാര്യങ്ങളാണ് ഇവിടുന്ന് അങ്ങോട്ട്. പൂർവൻ്റെ മതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്രാവണ കുംഭകർണനിധനം വേദത്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.